Yes. So can we start? Anyone ready for giving prayer, or else we can do silent prayer? Is anyone? Okay, we will do silent prayer. ഓക്കെ, അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ് ഇല്ലാന്ന് വന്നതുകൊണ്ടായിരിക്കും കുറച്ച് പേര് ജോയിൻ ആവുന്നത്. ചിലപ്പോൾ ജോയിൻ ആവുമായിരിക്കും. സോ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് വെച്ചു, അതിനൊരു ഡിലേ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകണ്ട. ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മളിപ്പോ 15 പേരാണുള്ളത് അല്ലെ. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷും ഒന്ന് ഇംപ്രൂവ് ആവുന്ന രീതിയിൽ ആക്ടിവിറ്റി നമുക്കൊന്ന് ഇംഗ്ലീഷിൽ ചെയ്യാം. വേർഡ്സ് മാത്രമേ വരുന്നുള്ളൂ, സെന്റൻസും കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. നമ്മളിപ്പോ മിക്സഡ് ലാംഗ്വേജിൽ ചെയ്ത് നെക്സ്റ്റ് 1 വീക്ക് അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് പതുക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണൽ മെസ്സേജ് നിങ്ങളുടെ ബാച്ചിൽ നിന്നല്ല, മറ്റേ ബാച്ചിൽ നിന്ന് വന്നു. മറ്റേ ബാച്ചിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടുള്ളവരോട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ അവരെന്നെ പേഴ്സണൽ മെസ്സേജ് അയച്ചു. സോ അവരുടെ ക്ലാസ് മിക്സഡ് ലാംഗ്വേജിൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ നമുക്ക് ക്ലാസ് തീരുമ്പോഴെങ്കിലും നമുക്ക് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു പാരഗ്രാഫ് നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതാകും. നമ്മളെ ആക്ടിവിറ്റീസും ഇംഗ്ലീഷ് ക്ലാസ്സും കിട്ടാനും ലേറ്റ് ആയല്ലോ. നമുക്ക് ക്ലാസ്സിലെ ആക്ടിവിറ്റി മുഴുവൻ ചെയ്യിക്കാനുള്ള സമയമില്ല. നമ്മൾ മോണ്ടിസോറി പല മെത്തേഡ്സ് ഇങ്ങനെ പറഞ്ഞു. കുട്ടികളുടെ ഡെവലപ്മെന്റ് വന്നപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു. കുട്ടികള് അവർക്ക് റിയൽ അല്ലാത്തതും, അതായത് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് മനസ്സിലാവുന്നത്, ലിവിങ് ആണ്, അത് റിയൽ ആണെന്ന് മനസ്സിലാക്കുന്നതാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അവർക്ക് മനസ്സിലാവില്ല. ഒരു ഡോള് കണ്ടാൽ അവരുടെ വിചാരം അതിന് ലൈഫുണ്ട്, അത് സംസാരിക്കും, കുട്ടി ചെയ്യുന്ന പോലെ തന്നെ അത് വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു തോട്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് അല്ലെ. അവർ ആ റിയൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ അവരുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ഏജ് ആവണം. സോ നമ്മൾ അവരുടെ ഒരു ഫീലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളും ടോക്ക് ടു നോൺ ലൈഫ് തിങ്സ് ലൈക്ക് പപ്പറ്റ്സ്, പിക്ചേഴ്സ്, ഫോട്ടോസ്, ഇൻസ്ട്രുമെന്റ്സ് എക്സെട്ര. നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. ഓക്കെ, വീട്ടിൽ ചെയ്ത് നോക്കാം. വീട്ടിലിപ്പോ ഒരു സ്പൂൺ ആണെങ്കിൽ യു ക്യാൻ ടോക്ക് ടു ദാറ്റ് സ്പൂൺ. ഒരു ഡോൾ ആണെങ്കിൽ യു ക്യാൻ ടോക്ക് ടു ദാറ്റ് ഡോൾ. പിന്നെ അതുപോലെ തന്നെ കലണ്ടർ ആണെങ്കിൽ യു ക്യാൻ ടോക്ക് ടു ദാറ്റ് കലണ്ടർ എക്സെട്ര. ഇനി ലൈഫുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള അതിനോടും നമുക്ക് സംസാരിക്കാം. നമ്മൾ കുഞ്ഞു ബേബീസ് ജനിച്ച ഉടനെ അവരോട് നമ്മൾ കുറേ സംസാരിക്കില്ലേ. അവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് അറിയില്ല, എന്നാലും അവരോട് സംസാരിക്കും. വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനോട് നമുക്ക് സംസാരിക്കാം. പക്ഷെ ജസ്റ്റ് ട്രൈ ടു യൂസ് ഇംഗ്ലീഷ്, അറ്റ്ലീസ്റ്റ് മിക്സ് ഇറ്റ് ആൻഡ് ട്രൈ ടു യൂസ് പ്യുവർലി ഇംഗ്ലീഷ് ഇൻ സിമ്പിൾ സെന്റൻസസ്. ഓക്കെ, വി ക്യാൻ ടോക്ക് ടു പ്ലാന്റ്സ്. നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ, ചെടി നടുമ്പോൾ ഒക്കെ നമുക്ക് അതിനോട് സംസാരിക്കാം. ഇങ്ങനെ റിസർച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ടോക്ക് ടു ദ പ്ലാന്റ്സ് എവറി ഡേ, അതിന്റെ ആ ഗ്രോത്തിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിബഡി? ജസ്ന ജസ്റ്റ് അതെ.
എന്റെ ഉമ്മ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. വീട് വയലിന്റെ സൈഡിൽ കൂടെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത് ഉമ്മയൊക്കെ പഠിച്ചിരുന്നപ്പോ. അപ്പൊ ആ വരമ്പിന്റെ ഇടയിൽ കൂടെയാണല്ലോ നമ്മ നടന്ന് പോവാ. അപ്പൊ രണ്ട് സൈഡും സംസാരിച്ചോണ്ടല്ലോ പോവാ. അപ്പൊ ആ സൈഡ് ശരിക്കും വളർച്ച ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. നമ്മളുടെ വീട്ടിലെ മാവ് നമ്മൾ ചിലരുണ്ട് നനയ്ക്കുന്ന സമയത്ത് കുറേ വിശേഷങ്ങൾ അതിനോട് പറയും. അപ്പൊ അതിങ്ങനെ പൂക്കുന്നതിലും അതിൽ മാങ്ങ ഉണ്ടാകുന്നതിലൊക്കെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നാണ് പറയുന്നത്. നമുക്കും ഫീൽ ചെയ്യാം അത്. നമുക്കും നമ്മളുടെ വീട്ടിലെ ചെടികളോട് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പം ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ ഒരാളില്ല, അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുന്നു, ഫീൽ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അതിനോട് സംസാരിക്കുക. തിരിച്ച് റെസ്പോൺസ് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് അവരുടെ റെസ്പോൺസ് ഊഹിച്ച് നമുക്ക് സംസാരിച്ചൂടെ. അപ്പൊ ഈ രണ്ട് ആക്ടിവിറ്റീസും നോൺ ലൈഫ് തിങ്സിനോടും ലൈഫ് തിങ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. ഓക്കെ, മിററിൽ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ലേ മാം? തീർച്ചയായിട്ടും, ദാറ്റ്സ് വെരി ഗുഡ് ഐഡിയ. തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ മോണ്ടിസോറി മെത്തേഡ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പം ആരാ പറഞ്ഞ, മോനിഷയാണോ പറഞ്ഞത്? മനുഷ്യ പറഞ്ഞ മെത്തേഡ് അതൊരു മോണ്ടിസോറി മെത്തേഡ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ ചിലപ്പോ അങ്ങനെ പോയോഗ പഠിച്ചിട്ട് ഞാൻ എന്തെങ്കിലും തിരക്കിലാവുമ്പോ അവന് കേൾപ്പിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് നിർബന്ധം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ തനിയെ എനിക്ക് തിരക്കാകുമ്പോ തനിയെ മിററിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു കേൾപ്പിക്കും. കാരണം വാച്ച് എന്നുള്ള രീതിയിൽ മിററിൽ നോക്കുമ്പോഴേ നമ്മൾ തന്നെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ പഠിക്കാൻ പറഞ്ഞിരുന്നോളും, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോളാം നമ്മള്. തിരക്കാണെങ്കിൽ പറഞ്ഞു കൊടുത്തപ്പോ അതുപോലെ ചെയ്തോളും. അപ്പൊ ആള് ഹാപ്പിയായി. Okay, next. Then we can use something like question answers. We can ask one question and we can reply back, or we can do this activity with our kids also. Okay. What was that? Okay, then you can sit pair in our classroom. You people can sit pair, two people face to face sit and making sound puzzles. The puzzle is just like two people, A and B. I'm not saying any name, A and B. A makes a sound, something like meow, and they have to identify the sound and tell the name of the animal. And it can make sound of bird, it can make sound of any animals, and B will answer. So this is sound puzzle. This you can play with your kids. Okay. Anybody ready in this session for playing this sound puzzles? Anyone? Any A and B? You can make the sound of any animal. I'm ready, ma'am. Sabika is ready. And who is next? Who is next? I'm ready, ma'am. Okay, Safia. So who will make the sound and who will make the who will identify? Sabika and Safia is ready. Who will make the sound? Sound ഉണ്ടാക്കാം. Sabika will make the sound and Safia has to identify. Latecomers, this is a sound puzzle game, and these two people are going to play the game, Sabika and Safia. Okay, fine, you can start. Birds or animal? Bird. ക്രോ കൂന്നാണ് പറഞ്ഞത്. കൂന്നാണോ? അതെ, കുയിലിന്റെ ഇംഗ്ലീഷ് വേർഡ് ഞാൻ മറന്നു. കുയിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞോ? കുയിൽ കുയിൽ. ഇനിയും വേണം മാം, ഒന്ന് പോരെ?
ഒരു വേർഡ് കൂടി പറഞ്ഞു കിട്ടുന്നത്. അനിമൽസും ഉണ്ടല്ലോ, സോറി ഞാനിത് രണ്ടും ഓഫ് ആയി പോയി. ഒരു വേർഡേ ഉള്ളൂ. ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. പറഞ്ഞു, വേറെ ആരെങ്കിലും പറയണ്ടോ അറിയാം. ബൗ. ഞാൻ അനിമൽസിന്റെ പറയാന്നാ. ആ Yes. ബൗ ബൗ. ഡോഗ്. ഇനി സഫിയ പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. മ്യാവ്. ക്യാറ്റ്. കൗ. പിന്നെ ക്രോ ക്രോ ക്രോ. ക്രോ. ലേക്കാണോ? അതെ. പിന്നെ ഗർജനം. ലയൺ. ഓക്കെ. ഇനി സാധിക്ക പറഞ്ഞു. എനിക്ക് ഇനി എല്ലാ Okay, വേർഡ്സും fine, കിട്ടും. fine. I think it's enough. So you people can play with your kids. When you go to any school, you can practice and play this activity with the kids also. And the English word for quail is also QUIL. CUCKO അതാണ് കുയിലിന്റെ Cuckoo also there. Quill, QUIL. Quill also quail. QIL അതന്നെ ക്വീൽ അങ്ങനെ തന്നെയാണ് അല്ലേ? Yes. അതന്നെ അതിന്റെ വേർഡ്. അതെ അതെ. QUIL. CUKO ഒന്നും എന്താ പറയാ, അത് സ്പെല്ലിംഗ് അങ്ങനെയാണോ? ഏതാണ്? CUKOO ആ സ്പെല്ലിംഗ് വരും. കുക്കുവും ഉണ്ട്. അത് കൊക്കല്ലേ? കുക്കു കുക്കു. ഈ കുക്കു ശബ്ദം ഉണ്ടാക്കുന്ന ബേർഡിനെ തോന്നുന്നു കുക്കു എന്ന് പറയണത് തോന്നുന്നു. ശരിക്കും എന്താ എന്താണ് മാം? ഏതാ? കാട പക്ഷിക്ക് കാട. കാടാക്ക് ഇംഗ്ലീഷ് എന്താ? ക്വിൽ എന്നാ കണ്ട ആ ബോക്സിലൊക്കെ കാണലത്. QUIL. ക്വിൽ. QUIL ആണ് കുയിലിന് ഇംഗ്ലീഷ് കണ്ടത്. പിന്നെ കുക്കു അത് കുയിലിന്റെ അല്ലേ? കുയിലിന്റെ ആ ഒരു ഇനത്തല്ലേ ഞാൻ വരുന്നത്? എന്തോ എനിക്ക് മനസ്സിലായില്ല, കേട്ടില്ല. ഈ കാടയെന്ന് പറയുന്നു കുയിലിന്റെ ആ ഒരു ഇനം തന്നെയല്ലേ വരുന്നേ? ക്വീൽ ചിക്കൻ എന്നാ കാട കോഴിക്ക് പറയുന്നത്. QUAIL ക്വീൽ ചിക്കൻ, കാടക്കോഴി. മാം ശരിക്കും കൊയിലല്ലേ? KOIL അല്ലേ? കൊയിൽ അങ്ങനെയല്ലേ വരുന്നത് സ്പെല്ലിംഗ്? ഞാനിപ്പോ ഇതിൽ നോക്കുമ്പോ QUILL എന്ന് കാണുന്നു ഇംഗ്ലീഷില്. കുയിലിന് KWIL കാണുന്നുണ്ട്. ക്വീൽ അതതിന്റെ പ്രൊനൗൺസിയേഷൻ. കുക്കുബേർഡ് സാധാരണ യൂസ് ചെയ്യല്. കുക്കുബേർഡ്. കുക്കുബേർഡ് ഉണ്ട്. കുക്കൂബേർഡ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗൂഗിളില് കുക്കുവിന് കാക്ക എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. കാക്ക ക്രോ ആണല്ലോ. ആൺകുയിൽ, മെയിൽ കുക്കു, ആൺകുയിൽ കുക്കു അതും പറയുന്നുണ്ട് കേട്ടോ. ചെമ്പോത്തിനെയും കാണിക്കുന്നുണ്ട്. പലതിനെയും കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് വേണം ബെറ്റർ നമ്മളൊരു ചാർട്ട് വാങ്ങില്ലേ ബേർഡ്സിന്റെ, അതിനകത്ത് കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. അതിനകത്ത് ഉണ്ട് മാ. എന്താ കുയിലിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് വരിക? ഈ കുയിലിന്റെ ക്വിൽ, QUILL എന്നുള്ളതിന് പ്രൊനൗൺസിയേഷൻ KWIL ആണ്. ക്വിൽ. മാം 1ാം ക്ലാസ്സിലെ ടെസ്റ്റില് കുയിലിന് അങ്ങനെ എഴുതിയേക്കണേ, അല്ലേ? KOIL കോയിലിന്. ആണോ? KOIL. റെക്കോർഡിൽ എഴുതാൻ വേണ്ടി പേടിന്റെ അതിനകത്ത് ആ സ്പെല്ലിംഗ് തന്നെ കിടക്കുന്നത്. ശരിക്കും ഹിന്ദിയില് കോയൽ എന്നാണ്. അത് തന്നെയാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷില് KOIL അങ്ങനെ കുയിലിന് പറഞ്ഞിരിക്കണത് അല്ലെ? ഹിന്ദിയില് കോയൽ ആണ് കുയില്. സോ ശരി തന്നെയായിരിക്കും.
മാം പറഞ്ഞത് ഏതാണ്? KWIL ആണോ? അതിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് QUILL എന്നുള്ള ക്യുൽ എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ. ക്യുൽ അത് പ്രൊനൗൺസ് ചെയ്യണത് എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് KWIL എന്ന്. നമുക്ക് വേർഡിന് പ്രൊനൗൺസിയേഷൻ കൊടുക്കുമല്ലോ ഫോണിറ്റിക്സ് യൂസ് ചെയ്തിട്ട്. ഫോണിറ്റിക് സൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ ക്യൂ എന്നുള്ളതിന് കെ എന്നുള്ള സൗണ്ട് ആണ് അവിടെ വരുന്നത് അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആണ് KWIL വന്നത്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ നിങ്ങൾ പഠിക്കുമെന്ന് എനിക്കറിയില്ല ഫോണിറ്റിക്സ്. ഞാനൊന്ന് സജസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ഫോണിറ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് സൗണ്ട് മനസ്സിലാവും പെട്ടെന്ന് ഏത് ലെറ്ററിന് ഏത് സൗണ്ട് വരണമെന്ന്. ഇവിടെ QUIL എന്നുള്ളതിന് കെയുടെ സൗണ്ടാ വരുന്നത്. ആ ക്യൂ അവിടെ വരുമ്പോ നമ്മളിപ്പോ ക്യൂ പറയില്ലേ, ക്യൂ നിൽക്കുന്നത് QUE. ഇവിടെ കെ ആണ് സൗണ്ട് ക്യൂ. നമ്മൾ മലയാളത്തിൽ അതൊന്ന് എഴുതുവാണെങ്കിൽ ക്യൂ കായിട്ടല്ലേ ക്യൂ എന്ന് എഴുതി വെക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വേറെ ക്യൂവിന് കെ സൗണ്ട് വരുന്നത് ക്യൂൻ. അവിടെ നമുക്ക് കാ വരുന്നുണ്ട് ക്യൂ അല്ലെ. അപ്പൊ പ്രൊനൗൺസിയേഷൻ നമ്മൾ പറയണത് ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ടാ. ഇപ്പം വേറൊരു എക്സാമ്പിൾ എന്താ പറയാ, എന്താ പറയാ കൈറ്റ്, അതിനൊക്കെ തന്നെയാ സൗണ്ട്. പിന്നെ ചെയറിന് വരുമ്പോഴും ക്യാറ്റ്, CAT ക്യാറ്റ്. ആക്ച്വലി സി ആണ് അവിടെ, പക്ഷെ നമ്മൾ ക്യാറ്റ് എന്നല്ലേ പറയുന്നത്. അവിടെ ഫോണറ്റിക്സിൽ അപ്പോ KAT. നമ്മുടെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാകാൻ വേണ്ടി അവിടെ CAT എന്ന് പറയുമ്പോൾ കെയുടെ ശബ്ദമല്ലേ വരുന്നത്. അതാണ് ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് ഇപ്പൊ ക്ലിയർ ആയോ? ക്യാറ്റ് എന്നുള്ള വേർഡാണ്, പക്ഷെ CAT ആണ്. നമുക്ക് സി ആണ് അവിടെ വരുന്നത്, പക്ഷെ നമ്മളിവിടെ കാന്നല്ലേ പറയുന്നേ. നിങ്ങൾക്ക് ഫോണറ്റിക്സ് എന്താ പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. മാം സിക്ക് 2 സൗണ്ട് വരുമല്ലോ. രണ്ട് സൗണ്ട് വരും. എസും വരും. ഇവിടെ CAT എന്നുള്ളതിൽ ഏതാ സൗണ്ട്? എസ് ആണോ? അല്ലല്ലോ, കെ അല്ലേ. അപ്പൊ അവിടുത്തെ ഫോണറ്റിക് സൗണ്ട് കെ ആണ്. ക്ലിയർ ആയോ? പിന്നെ ഇപ്പൊ സി തന്നെ സാ എന്നുള്ള സൗണ്ട് വരുന്ന സിയുടെ ഏതെങ്കിലും ഒരു വേർഡ് ഐയും ഇയും വൈയും ഒക്കെ വരുമ്പോഴല്ലേ അതിന് ഓരോ മെത്തേഡുകൾ പറയുന്നുണ്ടല്ലോ. അതെ, ഫോണറ്റിക്സ് തന്നെ പഠിക്കാൻ കുറെ ഉണ്ട്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വേർഡ് കേൾക്കുമ്പോഴും സ്പെല്ലിംഗ് നമുക്ക് എഴുതാൻ പറ്റും. ചില സ്കൂളുകളില് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഫോണറ്റിക്സ് സൗണ്ട് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് നല്ല പോലെ സംസാരിക്കാൻ അറിയാം, നല്ല പ്രൊനൗൺസിയേഷൻ ആയിരിക്കും ആ കുട്ടികൾക്ക്. ആൽഫാബറ്റിൽ 2 ലെറ്റേഴ്സിനാണ് അങ്ങനെ വരാ, ഒന്ന് സിക്കും ഒന്ന് ജിക്കും. ജിക്ക് ചില സമയത്ത് ഗ എന്നുള്ള മറ്റേ ഇതുപോലെ തന്നെ ഇയും വൈയും വരുമ്പോ ജിയുടെ സൗണ്ട് ജ ആയി മാറും. അതെ, വെരി ഗുഡ് ദീപ്തി, അത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. സോ അങ്ങനെ ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ടാണ് ഈ വേർഡ്സ് ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ അവർ സെന്റൻസ് മേക്കിംഗ് ആവും. അപ്പൊ അത് കറക്റ്റ് വേയിൽ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല പ്രൊനൗൺസിയേഷൻ ആയിരിക്കും കുട്ടികൾക്ക് വരുന്നത്. അപ്പൊ നമ്മളും തന്നെത്താനെ ഒന്ന് ഫോണറ്റിക്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. Okay, you people can practice this game in your home, and it can be applied in the school also when you go for internship and when you are going for teaching also. Then same thing can be done using dumb charades. You know dumb charades. Dumb charades എന്താണെന്നറിയാലോ? ഒരാളൊരു ആക്ഷൻ കാണിക്കും, മറ്റേയാള് പറയും. നമ്മൾ മൂവീസിന്റെ നെയിം വെച്ചിട്ട് ആ ഗെയിം പലപ്പോഴും ഗ്രൂപ്പായിട്ടൊക്കെ കളിക്കാറുണ്ട് അല്ലെ? ഡം ഷറാഡ്സ് അറിയില്ലേ? അതാണ് ആക്ഷൻ പസിൽസ് ആണ്. ഒരു ആക്ഷൻ കാണിക്കും, അതെന്താന്ന് ഓപ്പോസിറ്റ് ആള് പെയർ ആയിട്ടിരുന്നിട്ട് ഒരു ആക്ഷൻ കാണിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ക്യാൻ പ്രാക്ടീസ് ഇൻ ഹോം. ഓക്കെ, എ ഒരു ആക്ഷൻ കാണിക്കും, ബി അത് പറയും, ദെൻ ബി ഒരു ആക്ഷൻ കാണിക്കും, എ അത് പറയും. അങ്ങനെ ആ ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു ആക്ഷൻ ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ആക്ഷൻ പസിൽസ് എപ്പോഴും ഓർക്കുക. ഭയങ്കര ലോങ് ഡ്യൂറേഷനിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നത് കുട്ടികൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആവും. അവർക്ക് അതാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളവിടെ ബ്രേക്ക് എടുക്കണം. അത് നമ്മുടെ ഒരു കഴിവാണ്, നമ്മളത് മനസ്സിലാക്കണം. കുറേ സമയത്തേക്ക് അവർക്കത് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ അവർ തന്നെ ഡിമാൻഡ് ചെയ്ത് നമുക്ക് അത് കളിക്കാം. ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു ലോങ് സമയത്തേക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ they will be like bored. Okay.
Next one, um, next one is an activity like just imagine that we are in the railway station counter. We have to take a ticket from wherever you are, from there to somewhere else. Now I am in Ernakulam, so I am going to take ticket to Trivandrum. Okay. Anybody else from Calicut to Kannur or Palakkad to Coimbatore, something like that. Wherever you are, from that place to some other place. Okay, you need a ticket. So what you will do? We are not playing online or anything. We are just taking the ticket from the counter itself. And you need to know the time of the train, and you need to know the compartment which we can get in, because we are going to take sleeper ticket. Sleeper ticket book. So we have to know so much information like how much for the ticket, and in what time the train will come, and which compartment we can get in. So this type of so many things you will have to ask. So anyone else, just imagine that with closed eyes, just imagine that you are at the railway station reservation counter, and that counter, one lady or whoever that staff is sitting there, and you have to ask this much information to that lady. Just imagine somebody is there in the counter and ask these things. Okay, who will do? Just try to do in English, please. Who will do? Okay, no problem. First thing I will do, and after that I will give you many situation, then you people can do. Okay, is it okay? Okay, ma'am. Okay. Okay. Okay, ma'am. So, just imagine I am at the railway station counter of Ernakulam South Railway Station, and I have to go to Trivandrum. Okay. So one lady is sitting in the counter. I am just doing this with my closed eyes so that I will get more concentration to speak in English. So, excuse me, ma'am. I need a ticket to Trivandrum. In which time the train will come? Okay. So, one sleeper ticket, and let me know which compartment I should get in. Okay, fine. Okay. Thank you. Thank you so much. And could you please tell me which platform it is? Okay. Thank you. Thank you so much. So this was the conversation. Somebody was in front of me and she was replying to my questions. And this thing we can do with pairs. Okay. So that is the situation of railway station. Railway station counter നമ്മൾ അതായിരിക്കുമല്ലോ ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റിനായിരിക്കും പോകുന്നത്, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള ടിക്കറ്റിനായിരിക്കും പോകുന്നത്. സോ അങ്ങനെ നമുക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും ഏത് പ്ലാറ്റ്ഫോമിൽ വരുന്നു. കാര്യം അവിടെ സ്ക്രീനിലൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അവരോട് ചോദിച്ചു ഒന്ന് കൺഫേം ചെയ്യാം. അവിടെ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. ഒരു കോൺവെർസേഷൻ വേണ്ടത് കൊണ്ടാണ് അവരോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരോട് ചോദിക്കുന്നു. നെക്സ്റ്റ് സിറ്റുവേഷൻ, അറ്റ് എ ഫ്രൂട്ട് സ്റ്റോൾ. നമ്മളൊരു ഫ്രൂട്ട് സ്റ്റോറിലേക്ക് ചെല്ലുവാണ്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. നമ്മൾ എന്തൊക്കെ അവിടെ ചോദിക്കും? ആരെങ്കിലും പറയാം? I'll give you some hints. We will ask. We can see many fruits there: orange, apple, pineapple, guava, perika, guava, then papaya. And what was that? Pomegranate. Then grapes, bananas. Then so much fruits. Okay. So you can ask the rate. The rate ചോദിക്കാം. Per kg rate you can ask. Then you can ask എവിടെ നിന്ന് അത് കൊണ്ടുവരുന്നതെന്ന്, ഫ്രം വേർ ഇറ്റ് ഇസ് കമ്മിങ്, അത് നിങ്ങൾക്ക് ചോദിക്കാം. ജസ്റ്റ് സിമ്പിൾ സെന്റൻസസ്. Good or bad? Yeah, that you can also ask. Okay, Nisya, can you do? ചെയ്യാമോ? Good or bad? Yes, can you do? ചെയ്യാമോ? ഫ്രൂട്ട്സ് എല്ലാരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് ഫ്രൂട്ട്സ് വാങ്ങാമോ?
Okay, Mubina. Okay, please. Hi, I need some fruits. ക്വസ്റ്റ്യൻ രണ്ടും കൂടെ വരുമ്പോ എങ്ങോട്ട് ചോദിക്കുന്നത് നമ്മൾ മനസ്സിൽ കരുതിയ പോരെ. Yes, give some time. After that, you can ask the second question. Like, Okay. I need 1 kg banana. Is it raw? I need ripe banana. How much for this? Oh, it's I need 1 kg apple. Okay. It is fresh. You have rambutan. This is season for rambutan. I need some. Oh, I need good quality. How much for total? Okay. Okay, ma'am. okay. See. ഇതിപ്പോ നമ്മള് അസ്യൂം ചെയ്യുമായിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ആളുണ്ട് കേട്ടോ, ആളുണ്ടെന്ന് വിചാരിച്ച് അസ്യൂം ചെയ്ത് നമ്മൾ പറയുമായിരുന്നു. നെക്സ്റ്റ് നമുക്ക് പെയർ ആയിട്ടൊന്നും ചെയ്യാം. രണ്ടുപേര് റെഡി ആവോ? സിറ്റുവേഷൻ ഇതാണ്, വെജിറ്റബിൾ മാർക്കറ്റ്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലെ? വെജിറ്റബിൾ മാർക്കറ്റ്, ഒരാൾ വെജിറ്റബിൾ സെല്ലറും ഉണ്ട്, കസ്റ്റമറും ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾ ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസിന്റെ റേറ്റ് ഒക്കെ അറിയാം അല്ലെ? വീട്ടിലേക്കൊക്കെ വാങ്ങുന്നതുകൊണ്ട്. ഇനി അഥവാ റേറ്റിനെ പറ്റി ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റേറ്റ്, ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റേറ്റ് പറഞ്ഞാലും മതി. എനിബഡി ഫ്രം ദ ഗ്രൂപ്പ് ടു, എനി ടു, ജസ്റ്റ് എ ആൻഡ് ബി ലൈക്ക്. ഓക്കെ, മോനിഷ ഇസ് റെഡി? യെസ്, ട്രൈ ചെയ്യാം. ഓക്കെ, ഫ്രൂട്ട്സ് അല്ല, വെജിറ്റബിൾ സെല്ലർ ആയിട്ടാണോ കസ്റ്റമർ ആയിട്ടാണോ? ഞാൻ കസ്റ്റമർ ആവാം. ഓക്കെ, അപ്പൊ വെജിറ്റബിൾ സെല്ലർ ആരാ? Me. ഓക്കെ, പേരെന്താ? My husband is vegetable seller. Oh, that's right. So we know the rate. Okay, what's your name? Good name, please. Nasila. Okay, that it is Najib, so that's why I asked. Okay, Najila. Okay, you, Monisha and Najila, you can start. And Monisha is a customer, so you are a vegetable seller. Okay, fine. Started. What do you want? Nice. Have you vegetable? Sound clear ആവണമെന്നില്ല. Have you fresh vegetables? Yes, I have. What do you want? I have 1 kilo onion. What is the price? 30 rupees. Okay, you will take. I will take. What is the Okay. rate of cauliflower? 25 per one. Okay, give me 1 kilo Fresh onion. cauliflower is the here. Okay, give me 1 kilo onion and half kilo cauliflower. Okay. What you want more? No. Okay. Give a half kilo of tomato and 1 kilo potato. Okay. How many rupees total? Total 80 rupees. Okay, take this 100 rupees. Okay, I will give you money back. Okay, thank you. ഭയങ്കര പെർഫെക്റ്റ് കസ്റ്റമറും വെജിറ്റബിൾ സെല്ലറും. വെജിറ്റബിൾ സെല്ലർക്ക് കുറച്ചും കൂടെ മാർക്കറ്റിംഗ് ആകാം. ഇത് നല്ല ഫ്രഷ് ആണ്, ഇത് വാങ്ങിക്കുക അങ്ങനെയൊക്കെ പറയും. യു ക്യാൻ ആസ്ക് ലൈക്ക് ദിസ് ഇസ് വെരി ഫ്രഷ് ടുഡേ ഇറ്റ് റീച്ച്ഡ് ആൻഡ് ദിസ് ഇസ് വെരി ഗുഡ് ആൻഡ് യമ്മി, ടേക്ക് ദിസ് ഹാഫ് kg. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അവരെ കൂടുതൽ സാധനങ്ങൾ എടുപ്പിക്കാനായിട്ട് നോക്കാം. ചിലർക്ക് ചെല്ലുമ്പോൾ ശരിയല്ല, നമ്മള് ചിലപ്പം ഉള്ളിയും ഉരുളക്കിഴങ്ങും മാത്രം വാങ്ങാൻ പോണതായിരിക്കും. നമ്മൾ ഒരു കിറ്റ് പച്ചക്കറി ആയിട്ടൊക്കെ നമ്മൾ തിരിച്ചു വരില്ലേ? അത് ശരിയാ.
അപ്പൊ നമുക്ക് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകാം. മോനിഷയ്ക്ക് കുറച്ചുകൂടി ഒന്ന് ബാർഗെയിൻ ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും മലയിലയും കൂടെ ഒന്ന് വെച്ചേക്കൂ എന്നൊക്കെ പറയുന്നതിന്റെ ഇടയിൽ കൂടിയൊക്കെ ഓക്കെ. പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഇറ്റ് വാസ് നൈസ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സെന്റൻസസ് യൂസ് ചെയ്തു, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. Okay, next one also I wish to do like a pair activity. So I'm expecting any two from the group in a restaurant. We are going to a restaurant. നമ്മൾ റെസ്റ്റോറന്റിൽ കയറുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കണം അവിടെ നിന്ന്. സോ നമ്മൾ എന്താ റെസ്റ്റോറന്റിൽ കയറുമ്പോൾ നോർമലി നമ്മളവിടെ ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നു. വെയിറ്റർ വരുമ്പം വെയിറ്റർ ഓർ വെയിട്രസ് ഫോർ ഇറ്റ് ഈസ് വന്ന് നമ്മളോട് എന്തെങ്കിലും മെനു തരും, അല്ലെങ്കിൽ നമ്മളോട് എന്താ വേണ്ടേ ചോദിക്കും. അങ്ങനെ ലൈക്ക് സോ അത് ആരെങ്കിലും രണ്ടുപേർ ഇനി ടു ജസ്റ്റ് ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കിംഗ് ഒന്ന് പോയി കിട്ടണം. അപ്പൊ എനിക്ക് തോന്നുന്നു മോനിഷയും നജീല എന്നാണോ പേര് പറഞ്ഞേ, എന്താ ഒരു ബ്ലോക്ക് സ്ഥാപിക്കാം. ബ്ലോക്കിംഗ് നമുക്ക് പോകും, നമുക്ക് ഇഷ്ടം തോന്നും സംസാരിക്കാൻ. സോ എനിവൺ പ്ലീസ്. റെസ്റ്റോറന്റ് ആണേ സിറ്റുവേഷൻ. സാബിക്ക് മാത്രമേ ഉള്ളോ? വേറെ ആരും ഇല്ലേ? സാബിക്ക് ആരായിട്ടാ റെസ്റ്റോറന്റിൽ കയറുന്ന? ഫുഡ് കഴിക്കാൻ പോകുന്ന ആളാണോ അതോ ആരായാലും കുഴപ്പമില്ല. ആരായാലും കുഴപ്പമില്ല. സു ആരാ സാബിക്കയുടെ കൂടെ റെസ്റ്റോറന്റില്? ആരുമില്ലേ? ആരുമില്ലേ റെസ്റ്റോറന്റിൽ വരാൻ? ഞാൻ റെസ്റ്റോറന്റിൽ പോവാൻ. വെയിറ്റർ ആവാം. That's fine. മുബീന. സോ സാബിക ആരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ മുബീന വെയിറ്റർ ആൻഡ് സാബിക is a customer. Okay, please. And what you people prefer, veg or non-veg restaurant? അത് ചോദിക്കാലോ, നമുക്ക് വെജ് ആണ് വെജ് ആണെന്ന് ചോദിക്കാലോ. Okay, sure. Okay, continue. Hi sir, what you want? You want veg or non-veg meal? Okay, mute ആണ്. I have non-veg. Okay. What is your menu? So today's special is chicken പൊട്ടിത്തെറിച്ചത്, mutton, beef ഉലർത്തോ. What do you want? I have a biryani rice and with chicken potitarichadu 1 plate and a lemon juice also. Okay. Sir, biryani, Hyderabadi biryani, Talasheri biryani. Which type you want? Normal Talsheri biryani. Okay. You want any soup item? Yes. Here, which dessert is famous in your restaurant? Does soup, chicken soup, vegetable soup, popcorn soup? Okay. 1 popcorn soup. And Okay. you have any options in dessert? Okay. Faluda, gulab jamun. Which type you want? 2 gulab jamun with vanilla ice cream. Okay. Anything else? Okay, sir? thank you. No, nothing. Thank you. Juices here. Fresh juices. 1 lemon juice, please. Okay. Thanks, sir. Wait for 30 minutes. Okay, thank you. കഴിഞ്ഞു മാം. ഓക്കെ, കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, കഴിക്കുന്നു, ലാസ്റ്റ് ടിപ്പൊക്കെ കൊടുക്കുന്നു വിചാരിച്ചു. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഒരു നമുക്ക് ആ ഒരു ലൈഫ് ഫീൽ വരും, ഇങ്ങനെ റെസ്റ്റോറന്റിലാണെന്നൊരു ഫീലൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ അതുകൊണ്ട് വേണമായിരുന്നില്ലേ മാം? ഫുഡ് അല്ലേ കഴിക്കണതും പിന്നെ ലാസ്റ്റ് ടിപ്പ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫുഡിന് ഒരു കോംപ്ലിമെന്റ് കൊടുക്കായിരുന്നു അല്ലെ സഫിയ? നല്ല ഫുഡാണ്, ഞാൻ അതെ ഇനി അതെ ഫാമിലി ആയിട്ടൊക്കെ വരും, അതെ. ഫ്രണ്ട്സിനെ കൊണ്ട് വരും, എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യും, ഞാൻ എന്റെ വ്ളോഗിൽ അതിനെപ്പറ്റി ഒരു ഫീഡ്ബാക്ക് ഇടും. Like you can do so many things, whichever or whatever be the situation, and last ഒരു ടിപ്പ് ഒക്കെ കൊടുത്ത് പോരാ. Okay, fine. That was very good, very nice. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, ഈവൻ ദോ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞാനും വളരെ കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞു. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ടൈം. രണ്ടുപേര് വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. Okay, fine. Next one is a cinema theater. The situation is like that. That is cinema theater. You can make any situation. You are going alone, and in that cinema theater, you met one of your old friend, and you people together going to the cinema, and you are having refreshment like popcorn and ice cream from there. Like that, you can make the situation more colorful. Okay, so who will do? Who all will do? Any two, or can be three. Okay, no problem. A, B or A, B, C. Many left. ഈ ആക്ടിവിറ്റി ആയതുകൊണ്ട് ലെഫ്റ്റ് ആയതാണോ? ജസ്റ്റ് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പറഞ്ഞത്. ആരുമില്ലേ? വീട്ടില് 10 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടോ? പ്രാക്ടീസ് ആവശ്യമുള്ളതുകൊണ്ടാണ്. അതെ അതെ, യെസ്. ഉണ്ട് മാം. നമ്മുടെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ടോക്ക് ടു ദാറ്റ് ചിൽഡ്രൻ ഇൻ സിമ്പിൾ സെന്റൻസസ്. നമുക്ക് നല്ലപോലെ നമ്മളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഫൈനായിട്ട് നമുക്ക് കോൺഫിഡന്റ് ആവുന്നത് അവരോടാണ്. വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ കളിയാക്കാം അല്ലെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പാർട്ട്ണറൊക്കെ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യായിരിക്കും. പക്ഷെ അല്ലാതെ നമ്മൾ വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോ മേ ബി ഐ എം നോട്ട് ടെലിംഗ്, പക്ഷെ 10 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളാകുമ്പോൾ അവരെ നമ്മളങ്ങനെ മോക്ക് ചെയ്യില്ല. ശരിയാണ് മിസ്. ഞാന് എന്റെ മകള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാൻ അവളോടിങ്ങനെ അതുപോലെ സംസാരിക്കാറുണ്ട്. യൂണിഫോം ചേഞ്ച് ചെയ്യ്, ഞാൻ ടീച്ചറ അങ്ങനെ ഇംഗ്ലീഷിൽ എനിക്ക് പറ്റണ പോലെ ഞാൻ പറയാറുണ്ട്. അപ്പൊ അവള് കുറച്ചു നേരം ചിരിച്ചൊക്കെ നിക്കും. അത് കഴിയുമ്പോ അവൾക്ക് അറിയണ പോലെ അവൾ എന്നോട് തിരിച്ചു പറയാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അവരാകുമ്പോ വളരെ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും യൂസ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോ എന്റെ ഒരു പ്രശ്നം വെച്ചാൽ സംസാരിക്കുമ്പോൾ ചിലപ്പോ അറിയാതെ കുറച്ചൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വേർഡ് ചിലപ്പോൾ അറിയാണ്ട് വന്നു പോകും. പക്ഷെ കുട്ടികളാകുമ്പോൾ ഒരു ഭയങ്കര സിമ്പിൾ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. നമുക്ക് നല്ല രസം ഉണ്ടാവും അവരോട് സംസാരിക്കാൻ. ഞാൻ മോള് 4 വയസ്സെങ്ങാണ്ടായിരുന്നു ഞാൻ മോണ്ടിസോറി ചെയ്യുന്ന സമയത്ത്. 2 വയസ്സാണ്, അല്ല 2ാം ക്ലാസ് കണ്ട് പഠിക്കുന്ന സമയമായിരുന്നു. അവളോട് സംസാരിക്കുമായിരുന്നു. അത് അവൾക്കും ഭയങ്കര യൂസ്ഫുൾ ആയി, എനിക്കും അതുപോലെ. നമുക്കൊരു ഫ്ലോ വരും. ഈവൻ ദോ നമുക്ക് ഗ്രാമർ അറിയില്ല, വൊക്കാബുലറി ഭയങ്കര വലിയ വലിയ വാക്കുകൾ നമുക്ക് അറിയില്ലെങ്കിലും നമുക്കൊരു ഫ്ലോ ഉണ്ടാവും സംസാരത്തിൽ. മാം പറഞ്ഞ ശരിയാ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് സംസാരിക്കണം. അതൊക്കെ മേലെ സംസാരിച്ച അവർക്ക് ഈ അമ്മ എന്താ പറയണേ ഇവിടെ ആ ഒരു ഇത് വരും. സംസാരിച്ച അവൻ ചോദിക്കുന്നത് ഇങ്ങനെ സംസാരിക്കണത് എന്നൊക്കെ ചോദിക്കും. അതാ പ്രശ്നം. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യും, നല്ല വ്യത്യാസം. ഇവിടെ അടുത്ത വീട്ടിലെ കുട്ടിയുണ്ട് മാം. അപ്പൊ അവള് ഇംഗ്ലീഷിലെ സംസാരിക്കുക. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നതാ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ അവളോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. ഒരു ചാൻസാ. കുട്ടി പോണ വരെ നമുക്ക് എന്തായാലും തിരിച്ചു പോവോ അതോടെ ഉണ്ടോ? 1 മാസത്തെ ലീവിന് വന്നിരിക്കുക. മാക്സിമം യൂസ് ചെയ്യാം ഒരു ഓപ്പർച്യൂണിറ്റി. ആർക്കും നഷ്ടമില്ലല്ലോ. നമുക്ക് നമ്മളൊന്ന് ഇമ്പ്രൂവ് ആവും, കുട്ടിയും ഹാപ്പി ആവും. അപ്പൊ നമുക്കിപ്പോ സംസാരിക്കാൻ ഭയങ്കര ബ്ലോക്കിംഗ് ആണെങ്കിൽ നമ്മൾ എന്താ, കുട്ടിയെ കാണുമ്പോൾ ഒന്ന് ചിരിക്കും, ഒന്ന് ഹായ് പറയും, അത്രയല്ലേ നിൽക്കല്ലേ ഉള്ളൂ. മറ്റേത് നമ്മള് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവളും ഹാപ്പി ആവൂലേ. അവള് ഇവിടെ വന്നിട്ട് എന്റെ മോനോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. മോൻ ഇംഗ്ലീഷ് മീഡിയം അല്ല, അവന് ഇംഗ്ലീഷ് സംസാരിക്കല്ലോ. അപ്പൊ അവനോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. ഞാനും എന്തേലൊക്കെ പറയൂ കേട്ടോ. അപ്പൊ സഫിയക്ക് മോനോട് സംസാരിച്ചൂടെ? അവന് 10ാം ക്ലാസ്സിലായതുകൊണ്ടേ അവന് ഒരു സഹകരണം കുറവാണ്.
അതാണ് try to do. Okay. ഇത് ചെയ്യാം. അപ്പൊ സിനിമ തിയേറ്ററിൽ ചെയ്യാൻ ആരുമില്ല അല്ലെ? നോ പ്രോബ്ലം. ജസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ചെയ്യാം. അത്രയും പറയാൻ പറ്റും. മനസ്സിലായി. ഓക്കെ, ഞാൻ ഇതെല്ലാം റെക്കോർഡ് ക്ലാസ് മറ്റുള്ളവർ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ കുറെ സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ചെയ്യുന്ന സമയത്ത് തെർമോകോൾ വെച്ചിട്ട് നമ്മൾ ആൽഫബറ്റ്സ് ചെയ്തിരുന്നു. ക്യാപിറ്റൽ ലെറ്ററും ചെയ്യാം, നമുക്ക് സ്മോൾ ലെറ്ററും ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന ഭാഗം നമുക്ക് കളർഫുൾ ആക്കാം. ഓക്കെ, കളർഫുൾ ആയിട്ട് ചെയ്യാം. പക്ഷെ തെർമോകോൾ എന്തോ അലർജി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്റേൺഷിപ്പിനൊന്നും പോയപ്പോ തെർമോകോൾസ് ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. കാരണം കുട്ടികൾക്ക് ഇതിന്റെ പൊടി എന്തോ ഇതിങ്ങനെ തരി തരിയായിട്ട് ഇങ്ങനെ പോവുമല്ലോ, അത് അലർജി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാലും ഇത് നമ്മൾ കീപ്പ് ചെയ്തേ ഉള്ളൂ കയ്യില്. ശരിക്കും മോണ്ടിസോറി മെത്തേഡ്സില് മൂവബിൾ ആൽഫബറ്റ്സ് ആണ് കുട്ടികൾക്ക് കയ്യിലെടുക്കാൻ പറ്റത്. സാധാരണ കൺവെൻഷണൽ രീതിയിൽ എന്താ ബോർഡിലെ ആൽഫബറ്റ്സ് എഴുതുന്നു, അത് മൂവബിൾ അല്ലല്ലോ. സോ വി ആർ യൂസിങ് മൂവബിൾ ആൽഫബറ്റ്സ് ഇൻ മോണ്ടിസോറി മെത്തേഡ്. ഇതിന്റെ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ മൂവബിൾ ആൽഫബറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതാണ് പറയുന്നത്. പിന്നെ ഒറിഗാമി ഒക്കെ അറിയുന്നവരുണ്ടോ? ഒറിഗാമി പേപ്പർ കൊണ്ട് ഓരോ ഷേപ്സ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ അറിയാമോ? ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മോന് മോണ്ടിസോറി ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോ സ്കൂളിൽ പ്രോജക്റ്റിന് വേണ്ടി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കാർഡ് ബോർഡ്സോ അങ്ങനെ എന്തെങ്കിലും സൂക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാൻഡ് പേപ്പറിന്റെ 50 ആണോ 80 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല നമ്പർ ഞാൻ വാങ്ങിച്ചത്. ഇത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. ആ സാൻഡ് പേപ്പറിൽ നമ്മൾ ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഏതെങ്കിലും, ഞാനിപ്പോ ഒരു ചാർട്ട് പേപ്പറിലാണ് ഒട്ടിച്ചിരിക്കുന്നേ. പിങ്ക് പല കളറിലുള്ള ചാർട്ട് പേപ്പർ എടുക്കാം. ചാർട്ട് പേപ്പർ വാങ്ങാം. അല്ലെങ്കിൽ നമ്മൾ വൺസ് യൂസ് ചെയ്ത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ചാർട്ട് പേപ്പർ എടുക്കില്ലേ, അതിന്റെ ബാക്കിലേക്ക് ആ മഷി കാണുന്നില്ലെങ്കിൽ അതിന്റെ ബാക്ക് സൈഡ് നമുക്ക് ഉപയോഗിച്ചാലും മതി. അങ്ങനെ അത് വെറുതെ കളഞ്ഞണ്ടല്ലോ, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതും നമുക്ക് മൂവബിൾ ആണ്, ഇങ്ങനെ കൊണ്ട് നടക്കാം. അപ്പൊ കുട്ടികളുടെ ടച്ച് സെൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവർ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ വിരലോടിക്കും. ആ ലെറ്റർ എങ്ങനെയാണോ നമ്മൾ കുട്ടികളെ കൊണ്ട് കൈ കൊണ്ട് എഴുതിപ്പിക്കുന്നത്, അതിന് പകരം ഇവര് ടച്ച് ചെയ്ത് ആ ലെറ്റർ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പൊ സാൻഡ് പേപ്പർ ആവുമ്പോൾ റഫ്നെസ് ഉണ്ട്. അപ്പൊ ഈവൻ നമ്മൾ തന്നെ ഒന്ന് ടച്ച് ചെയ്യുമ്പോ തന്നെ നമുക്കതൊരു രസം തോന്നും, ഇങ്ങനെ ടച്ച് ചെയ്യുന്നതേ. ചെയ്തിട്ടുണ്ടോ? സഫിയ ഒരു ചാർട്ട് പേപ്പർ കാണിക്കേണ്ടല്ലോ. ഇതൊക്കെ പറ്റുമോ? ഇതൊക്കെ അതിന്റെ ബാക്കിലേക്ക് ആ മഷി അധികം കാണുന്നുണ്ടോ? മഷി ഇവിടേക്ക് ഉണ്ട്, ഒരു ഭാഗത്തേക്ക് കാണുന്നുണ്ട്. അല്ല, എഴുതിയ ഭാഗമല്ല, അതിന്റെ ബാക്ക് സൈഡിൽ അങ്ങനെ മഷിയായിട്ട് കാണുന്നുണ്ടോ? ഇങ്ങനെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് കിട്ടുന്ന ഭാഗമൊക്കെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ. പിന്നെ പറഞ്ഞല്ലോ നമ്മുടെ ഡ്രസ്സിന്റെ ഉൾഭാഗം ഇങ്ങനെ പ്ലെയിൻ ആണ്, വൈറ്റ് ആണ്. വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ചാർട്ട് പേപ്പർ വാങ്ങിച്ചു, ബ്ലൂ യെല്ലോ അങ്ങനെ ഇങ്ങനെ ചാർട്ട് പേപ്പർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചാർട്ട് പേപ്പേഴ്സ് അപ്പൊ കളർ ചെയ്താൽ മതി അല്ലേ വൈറ്റ് ആവുമ്പോ? കളർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഈ സാൻഡ് പേപ്പറിന് ഒരു ബ്ലാക്ക് കളർ ആണല്ലോ, വൈറ്റിൽ അത് നല്ലപോലെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാം A to Z ചെയ്ത ഒരു ഫണ്ടിലാണ് ഇത്. ആക്ടിവിറ്റി ആണോ മാം പറയുന്നത്? ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണോ? അതെ, ഇത് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. തെർമോകോൾ ഞാൻ എന്തായാലും ഇപ്പൊ പ്രിഫർ ചെയ്യിക്കുന്നില്ല. തെർമോകോളിന് ഇങ്ങനെ ഒരു എന്താ പറയാ, ഇത് പ്രശ്നം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾ ചെയ്തു വെച്ച സമയത്ത്. അലർജി വരുന്നു, കുട്ടികൾക്ക് ചിലപ്പോൾ അലർജി കൂടുതലായിരിക്കും. ക്യൂ ഒക്കെ കണ്ടോ? അതൊക്കെ നമ്മള് ഇതില് കട്ട് ചെയ്ത് എടുക്കണം. കുട്ടികൾ ടച്ച് ചെയ്തായിരിക്കും ഇത്. ഇപ്പൊ മൂവബിൾ ആൽഫബറ്റ്സ് ആണ് നമ്മൾ കൂടുതലും എന്താ പറയാ ഈ ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി മെത്തേഡ്സിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൽഫബറ്റ്സിന്റെ കാര്യം ഇതേ ഉള്ളൂ. ഇത് തന്നെ സ്മോൾ ലെറ്റേഴ്സ് ചെയ്യാം, ഇത് തന്നെ നമ്പേഴ്സ് ചെയ്യാം. എന്റെ കയ്യിൽ എവിടെയും ഉണ്ടെങ്കിലും
പിന്നെ കളേഴ്സ്, കുട്ടികൾക്ക് കളർ ഐഡന്റിഫൈ ചെയ്യിക്കും. അതിനും അത് സാൻഡ് പേപ്പർ അല്ല, ബ്ലാക്ക് എന്നുള്ളൊരു കളർ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ എന്തെങ്കിലും പഴയ എന്തോ ഒരു സാധനത്തിന്റെ കാർഡ്ബോർഡ് ആയിരുന്നേ, അതില് ചാർട്ട് പേപ്പർ ഒട്ടിച്ചപ്പോ കുറച്ചുകൂടെ കട്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോകൂലേ, പിള്ളേരൊക്കെ ഇങ്ങനെ എപ്പോഴും എടുത്തിട്ട് കീറിപ്പോകും. അപ്പൊ കളർ കാണിക്കാനായിട്ട് ഇഷ്ടമുള്ള ഷേപ്പ്, അത് നിങ്ങൾക്ക് ഹാർട്ട് സിമ്പിൾ ആയാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കൊടുക്കും. ഞാനിങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഡിസൈൻ എടുത്തപ്പോ ബ്ലാക്ക്, ഗ്രീൻ, then red, യെല്ലോ. യെല്ലോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി ഇതായിപ്പോയി, അതാണ് യെല്ലോ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എടുക്കുക കേട്ടോ. ബ്ലൂ, വൈറ്റ്, അങ്ങനെ കളേഴ്സ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ഓൾറെഡി റെക്കോർഡില് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഫ്രൂട്ട്സ്, ആപ്പിൾ, പിന്നെ ബേർഡ്സിന്റെ ചെയ്യാം, വാട്ടർ ആനിമൽസ്, ഡോൾഫിൻ, പിന്നെ ഓട്ടോറിക്ഷ, റോസ്. ഓക്കെ, അങ്ങനെ എന്തൊക്കെ അവരെ നമുക്ക്, ഞാനതിന്റെ ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങളെ കാണിച്ചുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. ഞാനിത് കറക്റ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് തരാം. ആൽഫബറ്റ്സും നമ്പേഴ്സും ഓർമ്മയുണ്ടല്ലോ, സാൻഡ് പേപ്പർ വെച്ചിട്ട് ആൽഫബറ്റ്സും നമ്പേഴ്സും ചെയ്യുക. തെർമോക്കോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്, കാരണം നമ്മൾ പേപ്പർ ഇത്, അതേസമയം സാൻഡ് പേപ്പർ ലെറ്റേഴ്സും നമ്പേഴ്സും കുറച്ചുകൂടി എളുപ്പം. ഇത് പേപ്പർ നൈഫ് വെച്ചിട്ട് തെർമോക്കോള് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിയാണ്. അപ്പൊ അതുകൊണ്ട് തെർമോക്കോളിന്റെ നിങ്ങളൊന്ന് ഒരു സൈഡിലേക്ക് വെച്ചേക്ക്. ഇതായിരിക്കും നല്ലത്. അത് വേണ്ട, തെർമോക്കോള് വേണ്ട, ഞാൻ ചെയ്തോന്ന് കാണിച്ചു മാത്രം. ഈ സാൻഡ് പേപ്പർ എന്തായാലും വേണം, കാരണം നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ ഒരു ടൂളാണ് നമ്പേഴ്സും ആൽഫബറ്റ്സും ടച്ച് ചെയ്ത് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അത് ഈ റഫായിട്ട് ഉള്ള രീതിയിൽ ലെറ്റേഴ്സ് കട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. പിന്നെ ഇത് ചെയ്യിക്കാം, ഫ്രൂട്ട്സിന്റെ പേര് ഇപ്പം മാംഗോ ഇങ്ങനെ വലുതായിട്ട് എഴുതിയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ട് അവർ കാണിക്കുക. അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് അത് എടുക്കാം. അവർക്ക് ആ സ്പെല്ലിംഗ് അപ്പൊ മനസ്സിലാവും. പിന്നെ എലിഫന്റ്, ഏതെങ്കിലും അനിമൽസ്, ഫാദർ, എന്തെങ്കിലും ഒബ്ജക്ട്സ്, പെൻസിൽ, ടീച്ചർ ശരിക്കും ആവശ്യമില്ല, ഫ്ലവർ, ബുക്സ്, എയറോപ്ലെയിൻ, ഹോളിഡേ, അങ്ങനെ കുറെ വേർഡ്സ് നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ആവശ്യം എന്ന് തോന്നുന്ന ചില വേർഡ്സ് ഇതുപോലെ വലുതായിട്ട് എന്നുവെച്ചാൽ ഒരു 20 കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ വലിപ്പത്തിൽ കുട്ടികൾ ഒരുവിധം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്കാറ്റർ ചെയ്തിടാം അവിടെ. കുട്ടികളോട് ടേക്ക് മാംഗോ എന്ന് പറയുമ്പോൾ അവർ ഓടിപ്പോയിട്ട് അവർക്ക് ആ മാംഗോ സ്പെല്ലിംഗ് അറിയാമെങ്കിൽ അവർ ഓടിപ്പോയി അതെടുക്കും. അങ്ങനത്തെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാം. പിന്നെ ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ഇല്ലേ, ട്രയാങ്കിൾ തന്നെ പല ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ 3 തുടങ്ങി 6 വരെ ഇയേഴ്സ് ഉള്ള കുട്ടികളുണ്ട്. ചിലപ്പോൾ നമുക്ക് 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ പഠിപ്പിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ അവരെ ട്രയാങ്കിൾസ് ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ പല ടൈപ്പ് ട്രയാങ്കിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഈവൻ നിങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മാത്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. പല ടൈപ്പ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഐസോസെലസ്, അങ്ങനെ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ അത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം പല ടൈപ്പ് ട്രയാങ്കിൾസ് ചെയ്യുന്നതാണ്. ഇത് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാല് ഹാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തു. ഈ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോ അങ്ങനെ ഹാർഡ്ബോർഡ് പീസ് വരുമല്ലോ, അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ കളർ പേപ്പർ ഒട്ടിച്ചു, അത്രേ ചെയ്തുള്ളൂ. പഴയ വീട്ടിലിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുമ്പോ റാപ്പർ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ആ റാപ്പർ ഒക്കെ സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ നല്ല കളർഫുൾ കലണ്ടർ ഒക്കെ പഴയതുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിക്കാം. കുറച്ചുകൂടെ കുട്ടികൾക്ക് അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ ചെയ്തത് ഇത് ആക്ച്വലി നമ്പർ വീലായിരുന്നു. ഇതിന്റെ നടുക്കൊരു സംഭവം വന്നിട്ടൊരു നീഡില് പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇളകി പോയിട്ടോ. നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 1 എന്നുള്ള നമ്പർ കാണിക്കാം, പിന്നെ 2, 3 നമ്പർ എഴുതാതെ ട്രയാങ്കിൾ വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വയ്ക്കാം.
ട്രയാങ്കിൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലവർ പോലെയോ അല്ലെങ്കിൽ ഒരു ഫേസ് പോലെയോ സ്മൈലി പോലെയോ ഒക്കെ ചെയ്ത് കേട്ടോ. ഞാനിപ്പോ ഇവിടെ എനിക്ക് എളുപ്പത്തിൽ ഞാൻ ട്രയാങ്കിൾ ആണ് ചെയ്തത്. 1 2 3 അങ്ങനെ കാണിക്കും. ഈ ഇവിടെ ഒരു വീല് പോലെ ഉണ്ട്, ഇതിലും ഒരു നീഡില് പോലെ വെച്ചിട്ട് ഇതിങ്ങനെ കറക്കും. അപ്പൊ ഓരോ നമ്പറിന്റെ അടുത്തേക്ക് ആക്കി അത് നീഡില് വയ്ക്കാവുന്ന രീതിയിൽ അത് ഇതിന് വിട്ടുപോയി നടക്കുക. ഇത് ചെയ്തിരിക്കുന്നത് തെർമോക്കോളിലാണ്. ഓക്കെ, തെർമോക്കോൾ റൗണ്ടിൽ കട്ട് ചെയ്യാൻ വലിയ വിഷമം ഉണ്ടാവില്ല, ഷേപ്സ് കട്ട് ചെയ്യാനാ പാട്. ഇത് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ റൗണ്ട് വേണ്ട, എന്താ പറയാ സ്ക്വയർ ആക്കണമെന്നോ ട്രയാങ്കിൾ ആക്കണം, അങ്ങനെ റൗണ്ട് ആകുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്, സ്പേസ് ഒത്തിരി പോകില്ല. ഇത് ചെയ്യുമ്പോ നമ്പർ വീൽ ചെയ്യുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 സൈഡിലും ചെയ്യണം. 2 സൈഡിലും ചെയ്യുമ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടുവാണെങ്കിൽ ഇതിങ്ങനെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാലും 2 സൈഡിലും ഒരേ സാധനം തന്നെ നമുക്ക് കാണാനായിട്ട് വരും. ഇതൊന്നും ഇപ്പൊ ചെയ്യണ്ട, ഫസ്റ്റ് നിങ്ങൾ ആൽഫബറ്റ്സും നമ്പേഴ്സും ചെയ്താൽ മതി. ഈ ഒരു നമ്പർ വീല് അത് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇതില് നമുക്കിവിടെ ലീഫ് ഉണ്ട്, ഒരു വെഹിക്കിൾ ഉണ്ട്, പിന്നെ മുകളിൽ ക്ലോക്ക് ഉണ്ട്, സ്നേക്ക്, ബട്ടർഫ്ലൈ, ബേർഡ്, ഡക്കാണ്, പിന്നെ ഒരു ഹോഴ്സ്, ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നടുക്കത്തെ ചെറിയ വീലിൽ ഇത് എന്തൊക്കെയാന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ബട്ടർഫ്ലൈ, ഡക്ക്, ഹോഴ്സ്, ഫ്ലവർ എന്നുള്ള രീതിയിൽ. ഈ വീല് നമ്മള് സ്കാറ്റർ ചെയ്ത് വെക്കുക, കുട്ടികളോട് വീല് കറക്റ്റ് ആക്കുക എന്ന് പറയാം. അപ്പൊ നമ്മൾ കറക്കുമ്പോൾ ജീപ്പിന്റെ അവിടെ വന്നു, ക്ലോക്കിന്റെ അവിടെ വന്നു, സ്നേക്കിന്റെ അവിടെ, സ്നേക്ക് ഏതാന്ന് വെച്ചാൽ സ്നേക്കിലാക്കി വെക്കുക. അങ്ങനെ ആ രീതിയിൽ നമ്മള് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. കണ്ടോ? ബാക്ക് ഒരു വലിയ നീഡിൽ വെച്ചിട്ട് നടുക്കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് നീഡിൽ വെച്ചിട്ടുണ്ട്. ബാക്കിൽ അത് ഇങ്ങനെ നീഡില് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലേ വെച്ചിട്ട് ചെയ്തിരുന്നു. ഫ്രണ്ടിൽ ഒരു സ്റ്റോണാ വെച്ചത്, അതിന്റെ ഗ്ലേസിംഗ് എല്ലാം പോയി, ഇത്രയും വർഷമായില്ലേ. ഇങ്ങനെയും ചെയ്യാം. പിന്നെ ഈ ചാർട്ട് പേപ്പറിന്റെ ഒക്കെ കളറൊക്കെ ഒന്ന് ഫെയ്ഡായി. ഇത് സംഭവം മനസ്സിലായില്ലേ? എളുപ്പാണ്, ഇത് ചെയ്യിക്കാം. ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കൊടുക്കണം എന്നില്ല, ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിനകത്ത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും, അത് കുട്ടികൾ എപ്പോഴും അവർക്ക് പരിചയമുള്ള കുറെ സാധനങ്ങൾ വരുന്ന രീതിയിൽ ഒന്ന് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ കുറേശ്ശെയായിട്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ മാസ്ക് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഏതെങ്കിലും റോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ ക്യാരക്ടേഴ്സിനെ വേണം. അപ്പൊ ആ ക്യാരക്ടറിനനുസരിച്ച് നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. ഇതൊരു റാബിറ്റ് അല്ലേ, റാബിറ്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കറക്റ്റ് നമ്മുടെ കണ്ണിന്റെ ഒരു അളവൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ടോയിൻ വെക്കാവുന്ന രീതിയിൽ സ്പേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാസ്ക് ചെയ്യാം. മാസ്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വരയ്ക്കാൻ എളുപ്പം. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ മാറിപ്പോകും. നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് മടക്ക് നിവർത്തുമ്പോൾ നമുക്ക് 2 സൈഡും ഐഡന്റിക്കൽ ആയിട്ട് തന്നെ കിട്ടും, ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. ഓക്കെ, വരയ്ക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അതുപോലെ വരയ്ക്കാൻ അറിയുന്നവര് ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ മാസ്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ നമുക്ക് ബേർഡ്സിനെ ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ബേർഡ്സ് ചെയ്യാം. ഇതിപ്പോ ചെയ്തിരിക്കണേ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സർക്കിള് കട്ട് ചെയ്തെടുത്തു, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. ചെറുതുകൊണ്ട് ആ ബേർഡിന്റെ ഫേസ് പാർട്ട് ചെയ്തു, വലുതുകൊണ്ട് ബോഡി പാർട്ട് ചെയ്തു. കുറെ ഐഡിയാസ് ഇങ്ങനെ യൂട്യൂബിലും കാണും, നിങ്ങൾക്ക് തന്നെ ചിലത് തോന്നും. എന്നിട്ട് ചെറിയ കളർ പേപ്പർ ഒക്കെ വെച്ചിട്ട് അതിനൊരു വിങ്സിന്റെ പോലത്തെ ഭാഗവും, പിന്നെ നാക്ക് റെഡ് വെച്ച് നാക്കൊക്കെ വെച്ചു, കണ്ണൊക്കെ വരച്ചു. വൈറ്റും ബ്ലാക്കും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണൊക്കെ നമുക്ക് വരച്ചു വെക്കാം. അത് തന്നെ 2 കളറിൽ ചെയ്തു മാത്രം. മാസ്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊക്കെയായിരുന്നു സംഭവങ്ങള്. മാസ്ക് ഒക്കെ കുറെ ഉണ്ട്. നമ്മുടെ ടോയിനൊക്കെ കിട്ടിയിട്ടുണ്ട് മാസ്കില്. നമ്മുടെ റോൾ പ്ലേക്ക് അനുസരിച്ച് നമുക്ക് ഈ മാസ്ക് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ബിയറിനെയൊക്കെ ചെയ്യുന്നതാ.
വളരെ ഈസി ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് നമ്പേഴ്സും ലെറ്റേഴ്സും സാൻഡ് പേപ്പർ വെച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്തൊക്കെ അത്യാവശ്യം വേണമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ മാം. വലിയ കാശ് കൊടുത്ത് സംഭവങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ചാർട്ട് പേപ്പർ ആണ് കൂടുതലും യൂസ് ചെയ്തേക്കണേ. പിന്നെ തെർമോകോളർ വെച്ചിട്ടാണ് വീല് ചെയ്യുന്നത്. പിന്നെ ഒരു സംഭവമുണ്ട്, പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേക്ക് ഉണ്ടാക്കാം. ഇത് കണ്ടോ, സ്നേക്കിന്റെ കണ്ണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? Yes, ma'am. സ്നേക്കിന്റെ നാക്ക് കാണാമോ? അങ്ങനെ പഴയ സോക്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സ്നേക്കിന്റെ ഉണ്ടാക്കുക. ഇതൊന്നും കാണുമ്പോ കുട്ടികൾക്ക് വലിയ പേടി വരില്ലല്ലോ. നമ്മൾ കയ്യിലിട്ടിട്ട് അതിനെ മൂവ് ചെയ്യിക്കുമ്പോ ഇങ്ങനെ സ്നേക്ക് വരുന്ന ഒരു ക്യാരക്ടർ ഒക്കെ ഉണ്ടെങ്കിലേ, സ്നേക്കിനെ പോസിറ്റീവായി കാണിക്കുന്ന ക്യാരക്ടറായിട്ടൊരു റോൾ പ്ലേ ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്യാം. പപ്പറ്റ് ഷോ പോലെയൊക്കെ നമുക്ക് അവരെ കാണിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് ആക്ടിവിറ്റീസ്, മെറ്റീരിയൽസ് ഉണ്ടാക്കാവുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവൻ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് വലിയ ക്ലാസ് എടുക്കാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പൊ ഡു പ്രാക്ടീസ് ഇംഗ്ലീഷ്. ഓക്കെ മാം. ഓക്കെ മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. ഓക്കെ. Okay, ma'am. Good night. Thank you, ma'am. Good night. Thank you, ma'am.